സ്വിഫ്റ്റ് ഡീസൽ ന്യൂ മോഡൽ കാറാണിത്. എഞ്ചിൻ ഓവർ ഹീറ്റ് ആയിട്ടാണ് കൊണ്ടുവന്നത്. വണ്ടി കൊണ്ടുവരുമ്പോൾ തന്നെ ഭയങ്കര കരിഞ്ഞ സ്മെല്ല് മണമൊക്കെ ഉണ്ടായിരുന്നു. ഓവർ ഹീറ്റിൻ്റെ വാണിംഗ് ലാമ്പ് തെളിയുന്നുണ്ട്, ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ റേഡിയേറ്റർ ഫാന് സ്റ്റക്കാവുന്നതാണ്, വർക്ക് ചെയ്യുന്നില്ല. ഇതിപ്പോൾ എഞ്ചിൻ സ്റ്റാർട്ടിങ്ങിൽ AC ഇട്ട് ഉടനെ വർക്ക് ചെയ്യും, അതുപോലെ ചൂടാകുമ്പോൾ ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യും. ഇത് കറങ്ങണില്ല, സ്റ്റക്കായിരിക്കുക. ഇത് കണ്ടോ, ഇത് കംപ്ലൈൻറ്റാണ്. ഈ റേഡിയേറ്റർ ഫാൻ മോട്ടർ സ്റ്റക്കായപ്പോൾ കൂളൻ്റ് മുഴുവൻ പുറത്ത് ചാടിയതാണ്. എഞ്ചിന് ഓവർ ഹീറ്റ് വന്ന് ബാക്ക് പ്രഷർ വന്നിട്ട് റിസർവ് ടാങ്ക് വഴി കൂളൻ്റെല്ലാം പുറത്ത് ചാടിയാണ്. ലോങ് പോകുമ്പോൾ ഇടയ്ക്ക് നമ്മൾ ഈ കസ്റ്റോമീറ്ററിൽ വാണിംഗ് ലാമ്പ് വല്ലതൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. റേഡിയേറ്റർ സ്ട്രക്കാകുമ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി ഫ്യൂസ് അടിച്ച് പോകാറുണ്ട്. റേഡിയേറ്ററിൻ്റെ ഫാൻ ഫ്യൂസ് വരുന്നത് 30 amps ആണ്, 30 ampere ആണ്. 30 ampereൻ്റെ ഫ്യൂസ് ഡാമേജ് ആയിട്ടുണ്ട്. നമ്മൾ റേഡിയേറ്റർ ഫാൻ മോട്ടർ അസംബ്ലി അഴിച്ചെടുത്തു. മോട്ടർ കത്തിപ്പോയിരിക്കുവാണ്. ഒറിജിനൽ ഫാൻ മോട്ടർ മാത്രമായിട്ട് കിട്ടില്ല, വിത്ത് ഷൗഡായിട്ട് വരുന്നത്, ഫുൾ അസംബ്ലി ആയിട്ട് വരുന്നത് MGPയിൽ. ഫാൻ മോട്ടർ അസംബ്ലി ഒറിജിനൽ നമ്മൾ പർച്ചേസ് ചെയ്തു. റീഫിറ്റ് ചെയ്ത് നോക്കാം. എൻജിൻ ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാനുള്ള ഒരു എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കാറിനകത്ത് കയറി ഇരുന്നിട്ട് AC ബ്ലോവറും ACയുടെ സ്വിച്ചും ഓൺ ചെയ്യുക. എന്നിട്ട് ബോണറ്റ് തുറന്നിട്ട് എഞ്ചിൻ റൂമിനകത്ത് വന്നിട്ട് ആ ഫാൻ വർക്ക് ചെയ്യണോ നോക്കിയാൽ മതി. AC ഓൺ ചെയ്യുമ്പം ഡയറക്റ്റായിട്ടാണ് ഫാൻ വർക്ക് ചെയ്യുന്നത്. ഫാൻ ഗുഡ് കണ്ടീഷൻ ആണെങ്കിൽ, ഓവർ ഹീറ്റ് ഇല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ നമ്മൾ AC ബ്ലോവറും AC ബട്ടൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫാൻ ഡയറക്റ്റായിട്ട് കറങ്ങും. മറ്റുള്ള സമയങ്ങളിൽ ഓട്ടോമാറ്റിക് വർക്കിംഗ്, എഞ്ചിൻ ചൂടാകുമ്പോൾ മാത്രമേ, ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ വരുമ്പോൾ മാത്രമേ ഫാൻ വർക്ക് ചെയ്യുള്ളൂ. എളുപ്പമാർഗ്ഗം നമ്മൾ AC ഇട്ട് ബ്ലോവർ ഓൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫാൻ വർക്കിംഗ് ആണോ ഇല്ല എന്നുള്ള കാര്യം. ആ 30 amps പുതിയ ഫ്യൂസും നമ്മൾ മാറിയിട്ടുണ്ട് കേട്ടോ. വണ്ടിയിലൊന്ന് എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷനാണത്. എയർ ഫിൽറ്റർ മോശമായിരിക്കുകയാണ്, അതും പുതിയത് മാറ്റിയേക്കാം. നമ്മൾ റേഡിയേറ്റർ ഫാൻ മോട്ടർ അസംബ്ലി അതുപോലെ എയർ ഫിൽറ്റർ മാറിയിട്ടുണ്ട്, കൂളൻറ്റും മാറിയിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലൈൻറ്റ് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഓവർ ഹീറ്റൊന്നും ആവുന്നില്ല, കംപ്ലൈൻറ്റ് ഓക്കെ ആയിട്ടുണ്ട്.